1987 നവംബർ 12 ഉത്തര കൊറിയയിലെ പ്യോങ്യാങ് എയർപോർട്ട് റഷ്യയുടെ എയറോഫ്ലോട്ട് വിമാനം മോസ്കോയിലേക്ക് പുറപ്പെടുന്നു. അതിൽ അച്ഛനെയും മകളെയും പോലെ തോന്നിക്കുന്ന രണ്ട് ഉത്തര കൊറിയൻ സീക്രട്ട് ഏജന്റുമാർ. ശത്രു രാജ്യത്തിന്റെ യാത്രാ വിമാനം തകർക്കാൻ പുറപ്പെടുന്ന രണ്ട് ദേശസ്നേഹികൾ. മോസ്കോയിൽ എത്തിച്ചേർന്ന അവർ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ അവർ ഒരു ഉത്തര കൊറിയൻ ഏജന്റിന്റെ വീട്ടിൽ 6 ദിവസം താമസിക്കുന്നു. അവർക്ക് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നു. നവംബർ 18 അവർ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലേക്ക് പോകുന്നു. ഓസ്ട്രിയൻ അതിർത്തി കടന്ന ശേഷം അവരുടെ ഗൈഡ് അവരുടെ പാസ്പോർട്ടുകൾ ശേഖരിക്കുന്നു. അതിനു പകരം അവർക്ക് വ്യാജ ജാപ്പനീസ് പാസ്പോർട്ടുകൾ നൽകുന്നു. വിയന്നയിൽ എത്തിയ അവർ ഹോട്ടൽ അംപാർക്കിങ്ങിൽ ടൂറിസ്റ്റുകൾ എന്ന പേരിൽ മുറിയെടുക്കുന്നു. അതിനുശേഷം അവർ ഓസ്ട്രിയൻ എയർലൈൻസ് ഓഫീസ് സന്ദർശിക്കുന്നു. Only for Baghdad and Abu Dhabi on Korean Airlines on November the 28th. ബാഗ്ദാദിൽ നിന്നും അബുദാബിയിലേക്ക് നവംബർ 28 പുറപ്പെടുന്ന കൊറിയൻ എയർ 858-ൽ അവർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നു. പിന്നീട് അലിറ്റാലിയ എയർലൈൻസ് ഓഫീസ് സന്ദർശിക്കുന്ന അവർ അബുദാബിയിൽ നിന്ന് റോമിലേക്കുള്ള ഫ്ലൈറ്റുകളും ബുക്ക് ചെയ്യുന്നു. നവംബർ 27 അവർക്ക് ഒരു റേഡിയോ ബോംബും ഡിറ്റോനേറ്ററും സ്ഫോടക ദ്രാവകം നിറച്ച ഒരു മദ്യക്കുപ്പിയും നൽകപ്പെടുന്നു. സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന ആ റേഡിയോയുടെ 4 സ്വിച്ചുകളും ഇടതുവശത്തേക്ക് തിരിച്ച് ലോക്ക് ചെയ്യുമ്പോൾ അതൊരു ബോംബായി മാറും. ആക്ടിവേറ്റ് ചെയ്ത് 9 മണിക്കൂറിനുള്ളിൽ അത് സ്വയം പൊട്ടിത്തെറിക്കും. മദ്യക്കുപ്പിക്കുള്ളിലെ അതിമാരക ദ്രവ്യം ആ സ്ഫോടനത്തെ കൂടുതൽ ശക്തമാക്കും. അടുത്ത ദിവസം നവംബർ 28 ബാഗ്ദാദിലേക്കുള്ള ഇറാഖി എയർവേസ് വിമാനം പിടിക്കാൻ അവർ വിയന്ന എയർപോർട്ടിൽ എത്തിച്ചേരുന്നു. ദേഹപരിശോധനയ്ക്ക് ശേഷം അവർ ബാഗേജ് ചെക്ക് പോയിന്റിൽ എത്തുന്നു. പരിശോധനയ്ക്കിടയിൽ ബാഗിലെ മദ്യക്കുപ്പി കണ്ടെത്തുന്ന സെക്യൂരിറ്റി ഓഫീസർ അത് തിരിച്ചു വയ്ക്കുന്നു. അതിനുശേഷം റേഡിയോ പുറത്തെടുക്കുന്നു. അതിൽ ബാറ്ററിയുടെ സാന്നിധ്യം കണ്ടെത്തി അവ നീക്കം ചെയ്യുന്നു. ഏതാനും മണിക്കൂറിനുള്ളിൽ ഇറാഖി എയർവേസ് വിമാനം ബാഗ്ദാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. ഫ്ലൈറ്റ് 858-ന്റെ ചെക്ക് ഇൻ പുരോഗമിക്കുമ്പോൾ ആ കൊറിയൻ എയർ വിമാനം ബാഗ്ദാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് അതിന്റെ പാർക്കിംഗ് സ്റ്റാൻഡിലേക്ക് വന്നു ചേരുന്നു. സുരക്ഷാ പരിശോധനയ്ക്ക് മുമ്പ് പ്രായമായ ഏജന്റ് റേഡിയോയിൽ പുതിയ ബാറ്ററികൾ ഇടുന്നു. പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥൻ ബാറ്ററികൾ നീക്കം ചെയ്യുന്നു. എന്നാൽ വിയന്നയിൽ നിന്നേ ബാറ്ററി ഉണ്ടായിരുന്ന ആ റേഡിയോയിൽ നിന്നും ഇപ്പോൾ അതെന്തിനു നീക്കം ചെയ്യണമെന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു. അതേസമയം ബാറ്ററി തിരികെയിട്ട വൃദ്ധനായ ഏജന്റ് ആ റേഡിയോ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നു. അതോടെ ആ റേഡിയോ സുരക്ഷിതമാണെന്ന് ബോധ്യമായ സെക്യൂരിറ്റി ഓഫീസർ ആ ബാഗ് ക്ലിയർ ചെയ്യുന്നു. വിമാനത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അയാൾ ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്യുന്നു. അബുദാബിയിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള യാത്രാമധ്യേ അത് പൊട്ടിത്തെറിക്കും വിധമാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വിമാനത്തിൽ കയറിയ അവർ ബോംബടങ്ങുന്ന ആ ബാഗ് തങ്ങളുടെ സീറ്റിന് മുകളിലെ ഹാട്രാക്കിൽ വയ്ക്കുന്നു. രാത്രി 11:30 ബാഗ്ദാദ് എയർപോർട്ടിൽ നിന്നും അബുദാബിയിലേക്ക് ആ വിമാനം പുറപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് മടങ്ങുന്ന പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ യാത്ര പരമാവധി ആസ്വാദ്യകരമാക്കുന്നു. വെളുപ്പിനെ 2:45 ആ വിമാനം അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. സജീവമാക്കിയ ബോംബടങ്ങുന്ന തങ്ങളുടെ ബാഗ് വിമാനത്തിൽ ഉപേക്ഷിച്ച് സീക്രട്ട് ഏജന്റുമാർ അബുദാബിയിൽ ഇറങ്ങുന്നു. വിസ പ്രശ്നങ്ങൾ കാരണം അബുദാബിയിൽ നിന്ന് ജോർദാനിലെ അമ്മാനിലേക്ക് രക്ഷപ്പെടാനുള്ള അവരുടെ പരിശ്രമം വിഫലമാകുന്നു. Korean Airlines announces the departure of its flight number 858 bound for Seoul. All passengers, please proceed to gate number 7 for boarding. Thank you. യാത്രാനുമതി നിഷേധിക്കപ്പെട്ട അവർ എയർപോർട്ട് ലൗഞ്ചിലിരുന്ന് അതിന്റെ വിനാശത്തിലേക്ക് പറന്നുയരുന്ന കൊറിയൻ എയർ വിമാനത്തെ അവസാനമായി നോക്കിക്കാണുന്നു. We are tourists. We want to go to Rome. Oh, Japanese. Can I see your ticket? Hi.
Mayumi. If you want to go to Bahrain, you can take Gulf Air flight number 003 at 9 o'clock. മറ്റു മാർഗങ്ങളില്ലാതെ ആ രാത്രി അവർ ആ എയർപോർട്ട് ലൗഞ്ചിൽ വിശ്രമിക്കുന്നു. രാവിലെ 9 മണിക്ക് ഗൾഫ് എയർ വിമാനത്തിൽ അടുത്ത എസ്കേപ്പ് റൂട്ടായ ബഹ്റിനിലേക്ക് അവർ പറക്കുന്നു. ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് ഏകദേശം 9 മണിക്കൂറാവുകയാണ്. കൊറിയൻ എയർ ഫ്ലൈറ്റ് 858 ഇപ്പോൾ ആൻഡമാൻ സമുദ്രത്തിന്റെ മുകളിലൂടെ ബാങ്കോക്കിലേക്ക് പറക്കുകയാണ്. പൊടുന്നനെ ആ വിമാനം ആകാശമധ്യേ പൊട്ടിച്ചിതറുകയാണ്. ആ മഹാദുരന്തത്തിൽ ആ വിമാനത്തിലുണ്ടായിരുന്ന 115 പേരും കൊല്ലപ്പെടുന്നു. തങ്ങളുടെ വിമാനം തകർന്നത് ഒരു ബോംബ് സ്ഫോടനത്തിലാകാം എന്ന് സംശയിക്കുന്ന ദക്ഷിണ കൊറിയ യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ബാഗ്ദാദിൽ നിന്ന് അബുദാബിയിലേക്ക് അതേ വിമാനത്തിൽ യാത്ര ചെയ്ത ഏജന്റുമാരിലേക്ക് സംശയമുന നീളുന്നു. Korean Airline Bahrain office. ഗൾഫ് എയറിൽ നിന്നും അവരുടെ വിശദാംശങ്ങൾ കൊറിയൻ എയർ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നു. Born 1918. There is no date. Yeah, but his passport number is MG 574163 and he has a 72-hour visa. That's it. Yes, Hachiya Shinichi and Hachiya Mayumi. Oh, they are. What room? Thank you. Are they there? Which hotel? Yes, in the Regency Intercontinental, room 611. പിന്നീട് ആ യാത്രക്കാർ ബഹ്റിനിലെ റീജൻസി ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലിൽ ഉണ്ടെന്ന് വ്യക്തമാകുന്നു. ഉടൻ തന്നെ ഒരു കൊറിയൻ എയർ മാനേജർ അവിടേക്ക് പുറപ്പെടുന്നു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ഏജന്റുമാർ ഉടൻ തന്നെ പുറത്തേക്ക് പോകുന്നു. Excuse me. Prime Manager from Korean Airlines, Kim Ho-young. Could I please see the registration card for someone names Hachiya Mayumi and Hachiya Shinichi? I'm sorry, it's against regulation, sir. I know that, but this is very important. I'm sorry, I cannot do that, sir. The earliest one leaves tomorrow morning at 9 on flight RJ607. All other flights are booked up. അലിറ്റാലിയ എയർലൈൻസ് ഓഫീസ് സന്ദർശിക്കുന്ന അവർ റോമിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നു. ഹോട്ടൽ ലോബിയിൽ കാത്തിരുന്ന കൊറിയൻ എയർ മാനേജർ അവർ തിരികെ എത്തുന്നത് ശ്രദ്ധിക്കുന്നു. ഒരു ട്രാവൽ ഏജന്റ് എന്ന വ്യാജേനെ അയാൾ അവരുടെ പാസ്പോർട്ട് നമ്പറുകളും മറ്റു വിശദാംശങ്ങളും വെരിഫൈ ചെയ്യുന്നു. ജാപ്പനീസ് എംബസി ആ പെൺകുട്ടിയുടെ പാസ്പോർട്ട് നമ്പർ വ്യാജമാണെന്ന് അറിയിക്കുന്നു. I confirmed what you said. The girl passport number is a number that only issued to male passport. അടുത്ത ദിവസം രാവിലെ ഏജന്റുമാർ ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ ലോബിയിൽ കാവലിരുന്ന മാനേജർ അവരെ ശ്രദ്ധിക്കുന്നു. അവരെ വളരെ ക്ലോസ് ആയി പിന്തുടരുവാൻ അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിക്കുന്നു. ഏജന്റുമാർ ഒരു ടാക്സിയിൽ ബഹ്റിൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ആ കൊറിയൻ എയർ മാനേജർ അവരെ മറ്റൊരു ടാക്സിയിൽ പിന്തുടരുന്നു.
വഴിമധ്യേ ആ വൃദ്ധൻ ആ പെൺകുട്ടിക്ക് സയനൈഡ് ക്യാപ്സൂളുകൾ ഒളിപ്പിച്ചു വെച്ച ഒരു പാക്കറ്റ് സിഗരറ്റ് നൽകുന്നു. ഏജന്റുമാർ റോമിലേക്കുള്ള ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. തുടർന്ന് ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് നീങ്ങുന്നു. കൊറിയൻ എയർ മാനേജർ വളരെ ക്ലോസ് ആയി അവരെ പിന്തുടരുകയാണ്. ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിയ വൃദ്ധനോട് കൂടെയുള്ള പെൺകുട്ടിയുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുവാൻ ഓഫീസർ ആവശ്യപ്പെടുന്നു. മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ച ജാപ്പനീസ് എംബസി ഉദ്യോഗസ്ഥൻ പോലീസ് എസ്കോർട്ടോടെ പൊടുന്നനെ അവിടെ എത്തിച്ചേരുന്നു. വൃദ്ധനെ ചോദ്യം ചെയ്ത ശേഷം അവരെ പോലീസിന് കൈമാറുന്നു. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം രണ്ടുപേരെയും വിശദമായ ചോദ്യം ചെയ്യലിന് ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. തങ്ങൾ പോലീസ് പിടിയിലായെന്നും ഇനി രക്ഷയില്ലെന്നും മനസ്സിലായ ഏജന്റുമാർ സിഗരറ്റിൽ ഒളിപ്പിച്ച സയനൈഡ് ക്യാപ്സൂളുകൾ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. Hey, give me that bag. I said give me that bag. She said give her that bag. Give me those cigarettes. Give me those cigarettes. പക്ഷേ സെക്യൂരിറ്റി ഗാർഡുകൾ ആ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി അവൾ വിഴുങ്ങാൻ ശ്രമിച്ച സയനൈഡ് അവളുടെ വായിൽ നിന്നും പുറത്തെടുക്കുന്നു. ഇരുവരെയും ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പക്ഷേ അതിനോടകം ആ വൃദ്ധൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ജീവനോടെ അവശേഷിച്ച ആ പെൺകുട്ടിയെ ഒരു ജാപ്പനീസ് ദ്വിഭാഷിയുടെ സഹായത്താൽ ബഹ്റിൻ പോലീസ് ചോദ്യം ചെയ്യുന്നു. പക്ഷേ അവൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. ബഹ്റിൻ സന്ദർശിച്ച ദക്ഷിണ കൊറിയൻ അന്വേഷണ സംഘം നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയെയും മരിച്ച വൃദ്ധന്റെ മൃതദേഹവും ആ രാജ്യത്തിന് കൈമാറാൻ ബഹ്റിൻ തീരുമാനിക്കുന്നു. മരണമടഞ്ഞ ഏജന്റിന്റെ മൃതദേഹം സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം പ്രത്യേക വിമാനത്തിൽ കയറ്റുന്നു. That's all for here. We're transporting you. To South Korea? You'll find out when you get there. Take her out of here. Yes, sir. Yes, sir. No. 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 അതിനുശേഷം ആ പെൺകുട്ടിയെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഡിസംബർ 14 രാത്രി 10:40 ആ പ്രത്യേക വിമാനം ദക്ഷിണ കൊറിയയിലേക്ക് പറന്നുയരുന്നു. ദക്ഷിണ കൊറിയൻ എയർ സ്പേസിൽ എത്തിച്ചേർന്ന വിമാനത്തെ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ എസ്കോർട്ട് ചെയ്യുന്നു. ദക്ഷിണ കൊറിയയിലേക്ക് കൊണ്ടുവരപ്പെട്ട ആ പെൺകുട്ടിയെ വിശദമായ ചോദ്യം ചെയ്യലിനായി അതീവ സുരക്ഷയുള്ള ഒരു രഹസ്യ സങ്കേതത്തിൽ പാർപ്പിക്കുന്നു. അവിടെ അവൾക്ക് വളരെ നല്ല പരിചരണം നൽകപ്പെടുന്നു. തന്റെ തീവ്ര ദേശീയത കാരണം ആഴത്തിലുള്ള ദക്ഷിണ കൊറിയൻ വിരോധം അവൾ വെച്ചു പുലർത്തുന്നതായി അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നു. ദക്ഷിണ കൊറിയയെ പറ്റി അവൾക്കുള്ള അബദ്ധജടിലമായ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ അവർ തീരുമാനിക്കുന്നു. അന്വേഷണ സംഘം അറേഞ്ച് ചെയ്ത ഒരു സിറ്റി ടൂറിൽ അവളുടെ തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുന്നു. ദാരിദ്ര്യം നിറഞ്ഞ സ്വന്തം രാജ്യത്തെക്കാളും സാമ്പത്തികമായി വളരെയേറെ പുരോഗമിച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ എന്ന് അവൾ മനസ്സിലാക്കുന്നു. തുടർന്ന് തന്റെ തെറ്റുകൾ എല്ലാം തുറന്നു പറയാൻ അവൾ തീരുമാനിക്കുന്നു. ഉത്തര കൊറിയൻ സൈന്യം നടത്തുന്ന ഒരു ചാരവൃത്തി സ്കൂളിൽ പരിശീലനം നേടിയ ഒരു പ്രൊഫഷണൽ ചാരവനിതയാണ് താനെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. വിമാനം തകർക്കാനുള്ള നിർദ്ദേശം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഇൽ നേരിട്ട് നൽകിയതായി അവൾ സമ്മതിക്കുന്നു.
മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ തിങ്ങി നിറഞ്ഞ കോടതിയിൽ അവളുടെ വിചാരണ നടക്കുന്നു. വിചാരണ വേളയിൽ കിം ജോങ് ഇല്ലുമായുള്ള അവളുടെ ഫോട്ടോ അവൾ തിരിച്ചറിയുന്നു. കൂടാതെ ബോംബാക്രമണത്തിന് ഉപയോഗിച്ചതിന് സമാനമായ മറ്റൊരു റേഡിയോയും അവൾ തിരിച്ചറിയുന്നു. ക്രൂരമായ നരഹത്യക്ക് കോടതി അവളെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു പോകുന്നു. എന്നാൽ പിന്നീട് ഉത്തര കൊറിയയുടെ ബ്രെയിൻ വാഷിംഗിന്റെ ഒരു ഇര എന്ന നിലയിൽ കോടതി അവളോട് ക്ഷമിക്കുകയാണ്. ജയിൽ മോചിതരായ അവർ തന്റെ സെക്യൂരിറ്റി ഓഫീസറെ തന്നെ വിവാഹം കഴിച്ച് ദക്ഷിണ കൊറിയയിലെ സുരക്ഷിതമായ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ കുടുംബത്തോടൊപ്പം കഴിയുന്നു. 1993 അവർ തന്റെ ആത്മകഥയായ ദ ടിയേഴ്സ് ഓഫ് മൈ സോൾ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ നിന്നുള്ള എല്ലാ വരുമാനവും ഇരകളുടെ കുടുംബങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു. ഈ പുസ്തകത്തിന്റെ കോപ്പികൾ വാങ്ങുവാൻ താല്പര്യമുള്ളവർക്കായി അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. അതെ, അവൾക്കൊരു രണ്ടാം ജന്മം നൽകപ്പെട്ടു. ഉത്തര കൊറിയയുടെ അതിക്രമങ്ങൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടുവാൻ.